ഹായ് ഹലോ എല്ലാവർക്കും എയ്സിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആർ ആർ ബിയുമായി ബന്ധപ്പെട്ട് SSCയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഫിസിക്സിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. അതിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് HP is അല്ലെങ്കിൽ 1 HP is approximately ഡാഷ് വാട്ട്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ടിന് തുല്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹോഴ്സ് പവറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എന്താണ് ഹോഴ്സ് പവർ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഹോഴ്സ് പവറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, നമ്മുടെ പവർ മെഷർ ചെയ്യുവാൻ അല്ലെങ്കിൽ പവറിന്റെ FPS യൂണിറ്റ് ആണ്. പവറിന്റെ FPS യൂണിറ്റ് അല്ലെങ്കിൽ പവറിന്റെ ബ്രിട്ടീഷ് യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. പവർ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ബ്രിട്ടീഷ് യൂണിറ്റ് ആണ് അല്ലെങ്കിൽ FPS യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. യന്ത്രങ്ങളുടെയും മെഷീൻസിന്റെ ഒക്കെ പവർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് അതിന്റെ SI യൂണിറ്റ്, പവറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്? പവറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ് വരുന്നത്. ഹോഴ്സ് പവറും വാട്ടും തമ്മിലുള്ള ഇക്വലൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടുകൾക്ക് തുല്യമാണ്. 1 HP എന്ന് പറയുന്നത് പറയാൻ സാധിക്കും 746 വാട്ടിന് തുല്യമാണ് ആരെന്ന് പറയുന്നത് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 745 സംതിങ് ആണ് വരുന്നത്. അതിന് അപ്രോക്സിമേറ്റ്ലി നമ്മൾ എന്ത് എടുക്കുന്നു? 746 എന്നാണ് നമ്മൾ വാല്യൂ പഠിച്ചു വെക്കുന്നത്. അപ്പോൾ 1 HP എന്ന് പറയുന്നത് എത്രയാണ്? 746 വാട്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്തതും യൂണിറ്റുമായി ബന്ധപ്പെട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ SI യൂണിറ്റ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ G ആണ്. G ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു R സ്ക്വയർ ഡിവൈഡഡ് ബൈ M1 M2. ഇതാണ് നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഫോഴ്സ് ഇൻറ്റു R സ്ക്വയർ ഡിവൈഡഡ് ബൈ M1 M2 എന്ന് പറയാം. അവിടുന്ന് യൂണിറ്റ് ആയിട്ട് വേണമെങ്കിൽ യൂണിറ്റ് നമുക്ക് ഇങ്ങനെ ഫോം ചെയ്യാൻ സാധിക്കും. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ വന്നപ്പോഴത്തേക്ക് മീറ്റർ സ്ക്വയർ വന്നു. മാസ് ഇൻറ്റു മാസ് വരുമ്പോഴത്തേക്ക് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആയതുകൊണ്ട് മാസ് ഇൻറ്റു മാസ് വന്നപ്പോൾ കിലോഗ്രാം സ്ക്വയർ വന്നു. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ആൻസർ എന്ന് പറയുന്നത്. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇൻ ടേംസ് ഓഫ് SI പ്രിഫിക്സസ് 10⁻⁻15 ഈസ് കോൾഡ്. അപ്പോൾ SI പ്രിഫിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. SI പ്രിഫിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് 2-3 ടേംസ് മനസ്സിലാക്കി വെക്കുക. മൈക്രോയുടെ പ്രിഫിക്സ് വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ എന്ന് പറയുന്നത് 10⁻⁻6 ആണ്. അതുപോലെ തന്നെ നാനോയുടെ പ്രിഫിക്സ് വാല്യൂ പറയുകയാണെങ്കിൽ നാനോ എന്ന് പറയുന്നത് 10⁻⁹ ആണ്. പൈക്കോയുടെ പ്രിഫിക്സ് വാല്യൂ പറയുന്നത് പൈക്കോ മീൻസ് എന്താണ്? 10⁻12 ആണ് പൈക്കോ എന്ന് പറയുന്നത്. എന്നാൽ ഫെംറ്റോയിലേക്ക് വരുമ്പോഴത്തേക്ക് ഫെംറ്റോ എന്ന് പറയുന്നത് 10⁻⁻15 ആണ്. 10⁻⁻15 ആണ് ഫെംറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ SI പ്രിഫിക്സസ് 10⁻⁻15 ഈസ് കോൾഡ്. നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഫെംറ്റോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ദ ആംഗിൾ ഇൻ വിച്ച് എ ക്രിക്കറ്റ് ബോൾ ഷുഡ് ബി ഹിറ്റ് ടു ട്രാവൽ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് പ്രൊജക്ടൈൽ ആണ് ടോപ്പിക് എന്ന് പറയുന്നത്. പ്രൊജക്ടൈലുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രൊജക്ടൈലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പ്രൊജക്ടൈലിൽ സഞ്ചരിക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഞ്ച് എന്ന് പറയും. ഒരു പ്രൊജക്ടൈലിൽ സഞ്ചരിക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് എന്ത്? റേഞ്ച് എന്ന് പറയും. ഒരു പ്രൊജക്ടൈലിന് മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കണം. 45 ഡിഗ്രി കോണളവിൽ ചെരിച്ച് വിക്ഷേപിച്ചാൽ മാത്രമാണ് ഒരു പ്രൊജക്ടൈലിന് ഏറ്റവും കൂടുതൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഞ്ച് കിട്ടുന്നത്. എന്നാൽ ഒരു പ്രൊജക്ടൈലിനെ സംബന്ധിച്ച് മാക്സിമം ഹൈറ്റ് കിട്ടുന്നത് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 90 ഡിഗ്രി ആയിരിക്കുമ്പോഴാണ് ഒരു പ്രൊജക്ടൈലിന് മാക്സിമം ഹൈറ്റ് കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാൻ സാധിക്കും, ഇവിടെ നമുക്ക് മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാക്സിമം റേഞ്ച് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 45 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ 45 ഡിഗ്രി ആംഗിൾ ഓഫ് പ്രൊജക്ഷനിലാണ് ഒരു പ്രൊജക്ടൈലിന് മാക്സിമം റേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? A body of mass 8 kg is moving with a velocity 4 meter per second. Find its momentum. അപ്പോൾ മൊമെന്റം കാണാൻ പറഞ്ഞൊരു ചോദ്യമാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ നോക്കുമ്പോൾ മാസ് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത് 8 കിലോഗ്രാം ആണ്.
മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 4 മീറ്റർ പെർ സെക്കൻഡ്. വി എന്ന് പറയുന്നത് എത്രയാണ്? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കണ്ടുപിടിക്കേണ്ടത് മൊമെന്റം ആണ്. മാസും വെലോസിറ്റിയും അറിയാമെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ അതിലേക്ക് നമുക്ക് ഡേറ്റ കൊടുക്കുമ്പോഴത്തേക്ക് മാസ് എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് 4 ആണ്. 8 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 32. മൊമെന്റത്തിന്റെ യൂണിറ്റും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ഏത് പറയാം? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 32 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡാഷ്. അപ്പോൾ വർക്ക് ടൈപ്സ് ഓഫ് വർക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വർക്കിനെ നമുക്ക് 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവ് വർക്കുണ്ട്, സീറോ വർക്കുണ്ട്, നെഗറ്റീവ് വർക്കുണ്ട്. അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഏതിന് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുന്ന് 2 രീതിയിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ അവിടുന്ന് ഹൈലൈറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഫ്രിക്ഷണൽ ഫോഴ്സും ചോദിക്കാറുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഒരു ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴേക്ക് പതിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവും, എന്നാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, ഹർഷണ ബലം ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നതാണ് നെഗറ്റീവുമാണ്. അപ്പോൾ താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ്, അതുപോലെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ആൻസർ ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ സാധിക്കും? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെഗറ്റീവ് വർക്കാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന മൂവിംഗ് ഒബ്ജക്റ്റിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? നെഗറ്റീവ് വർക്കിന് എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ റിസൾട്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ, ദ റേഷ്യോ ഓഫ് മാസ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ, ദ റേഷ്യോ ഓഫ് ആക്സലറേഷൻ ആൻഡ് മാസ്, ദ റെസിപ്രോക്കൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ. അപ്പോൾ ഇവിടുന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ തന്നെയാണ്. ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ റിസൾട്ട് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു F is equal to mg എന്ന് പറയാൻ സാധിക്കും. F is equal to എന്താ വരുന്നത്? mg എന്നൊരു ഫോമിൽ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ആണ് വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജെക്ട് ഓൺ എർത്ത് ഈസ് 150 ന്യൂട്ടൺ, ദെൻ വാട്ട് വിൽ ബി ഇറ്റ്സ് വെയിറ്റ് ഓൺ മൂൺ. ഒരു വസ്തുവിന്റെ ഭൂമിയിലെ വെയിറ്റ്, ഭാരം തന്നിട്ടുണ്ട് 150 ന്യൂട്ടൺ ആണ് എങ്കിൽ അതിന്റെ മൂണിലെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെയിറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് W ഈക്വൽ ടു, എക്സ്പ്രഷൻ പറയുകയാണെങ്കിൽ W ഈക്വൽ ടു mg ആണ്. ഭൂമി ഒരു വസ്തുവിനെ ആകർഷിക്കുന്ന ബലമാണ് അതിന്റെ ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത്. W ഈക്വൽ ടു mg ആണ്. ഒരു ഒബ്ജക്റ്റിന്റെ മൂണിലെ വെയിറ്റും എർത്തിലെ വെയിറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് W മൂൺ എന്ന് പറയുന്നത് എർത്തിലെ വെയിറ്റ് എന്താണോ അതിന്റെ 1/6 ആണ്. W മൂൺ ഈക്വൽ ടു, ഇങ്ങനെയുള്ള റിലേഷൻ നമുക്ക് പറയാൻ സാധിക്കും 1/6 ഓഫ് W എർത്ത് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ചോദ്യം അനുസരിച്ച് എർത്തിലെ വെയിറ്റ് അവർ തന്നിട്ടുണ്ട്, W എർത്ത് എന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. W എർത്ത് ഈക്വൽ ടു എത്രയാണ് തന്നിരിക്കുന്നത്? 150 ന്യൂട്ടൺ ആണ്. എങ്കിൽ മൂണിലെ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേക്ക് W മൂൺ എന്ന് പറയുമ്പോഴത്തേക്ക് W മൂൺ ഈക്വൽ ടു 1/6 into 150 എന്ന് എടുക്കാം. ബൈ 6ഉം 150 കൂടെ നമ്മൾ വെട്ടുമ്പോഴത്തേക്ക് നമുക്കിവിടെ 25 എന്ന് കിട്ടുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 25 ന്യൂട്ടൺ നമുക്ക് ആൻസർ പറയാൻ സാധിക്കും. 25 ന്യൂട്ടൺ. ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൽഫ ബീറ്റ ഗാമ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ആൽഫ പാർട്ടിക്കിൾസ്, ബീറ്റ പാർട്ടിക്കിൾസ്, ഗാമ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവയുടെ പെനിട്രേറ്റിംഗ് പവറിനെ കുറിച്ച് പറഞ്ഞാൽ പെനിട്രേറ്റിംഗ് പവർ ഏറ്റവും കൂടുതൽ ഗാമയ്ക്കും, അത് കഴിഞ്ഞാൽ പിന്നെ പെനിട്രേറ്റിംഗ് പവർ കൂടുതൽ ബീറ്റയ്ക്കും, പെനിട്രേറ്റിംഗ് പവർ ഏറ്റവും കുറവുള്ളതെന്ന് പറയുന്നത് ആർക്കാണ്? ആൽഫയ്ക്കുമാണ്. തുളച്ചു കയറുവാനുള്ള ശക്തി, പെനിട്രേറ്റിംഗ് പവർ ഏറ്റവും കൂടുതലുള്ള പാർട്ടിക്കിൾ അല്ലെങ്കിൽ റേസ് എന്ന് പറയുന്നത് ഏതാണ്? ഗാമയാണ്. പെനിട്രേറ്റിംഗ് പവർ ഏറ്റവും കുറവുള്ളത് ആൽഫയാണ്. എന്നാൽ അയണൈസേഷൻ പവറിലേക്ക് വരുമ്പോഴത്തേക്ക് നേരെ തിരിച്ചാണ്. അയണൈസേഷൻ പവർ ഏറ്റവും കൂടുതൽ ആൽഫ കഴിഞ്ഞാൽ ബീറ്റ. അയണൈസേഷൻ പവർ ഏറ്റവും കുറവുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആരാണ് വരുന്നത്? ഗാമയാണ് വരുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പെനിട്രേറ്റിംഗ് പവർ ആണ്. അപ്പോൾ പെനിട്രേറ്റിംഗ് പവറിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗാമയ്ക്കും,
അപ്പോൾ ഇൻക്രീസിംഗ് ഓർഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഡിക്രീസിംഗ് ഓർഡർ, കൂടുതൽ നിന്ന് കുറവിലേക്കാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിൽ പെനിട്രേറ്റിംഗ് പവറിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ആണ്. അപ്പോൾ ഇൻക്രീസിംഗ് ഓർഡർ പറയുമ്പോൾ ഏറ്റവും കുറവ് ആൽഫ, അത് കഴിഞ്ഞ് ബീറ്റ, അത് കഴിഞ്ഞ് ഗാമ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്നതാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൽഫ ബീറ്റ ഗാമ എന്ന ഓർഡർ വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാണ്: ബേസിക് സയന്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എ ന്യൂക്ലിയർ റിയാക്ടർ. ഒരു ആണവ റിയാക്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സയന്റിഫിക് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ആണവ റിയാക്ടറുകളുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ആണവ റിയാക്ടറുകളുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫിഷൻ തന്നെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, കൺട്രോൾഡും ഉണ്ട് അൺകൺട്രോൾഡും ഉണ്ട്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നമ്മൾ ഇതിനെ നിയന്ത്രിത ഫിഷനാണ് ഉപയോഗിക്കുന്നത്, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ് എവിടെ ഉപയോഗിക്കുന്നത്? ആണവ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ആറ്റം ബോംബിലേക്ക് വരുമ്പോഴത്തേക്ക് അത് അൺകൺട്രോൾഡ് ഫിഷനാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷനും ആറ്റം ബോംബിൽ അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷനുമാണ് എവിടെ വരുന്നത്? ആറ്റം ബോംബുകളിൽ വരുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സെഷനിൽ വരുന്നത്. ചോദ്യങ്ങൾ ഇനിയും ഉണ്ട്, നമുക്ക് പിന്നീടുള്ള സെഷൻസിലൊക്കെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. പ്രയോജനം ചെയ്തു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്